ഭയങ്കര തലവേദന, ഓരോ ടെൻഷനുകളെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പക്ഷേ നീ 3 മണിയായപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിന്നാണല്ലോ ഗൗതം പറഞ്ഞത്. മീറ്റിംഗ് ഉണ്ടായിരുന്നു നീ കള്ളം പറഞ്ഞാണല്ലേടാ? 3 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ നീ എങ്ങനെയാടാ 5 മണിക്ക് മീറ്റിംഗ് നടത്തിയത്? അല്ല, 3 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. കോർപ്പറേഷൻ ഓഫീസ് വരെ ഒന്ന് പോണമായിരുന്നു. ഓ, അത് കഴിഞ്ഞ് 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് എത്തി. അപ്പോഴേക്ക് ഏട്ടൻ അവിടെ നിന്ന് പോയല്ലോ. അത് കഴിഞ്ഞിട്ടായിരുന്നു മീറ്റിംഗ്. ഇപ്പൊ ശരിയായില്ലേ? ഓ, എനി ഡൗട്ട്സ്? നോനു. ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തലവേദനയുടെ ലക്ഷണം. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമ്മേ, ശരിക്കും പ്രണവിന്റെ മീറ്റിംഗ് ആദ്യം നടന്നതേ ജവഹർ പാർക്കിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് മീറ്റിംഗ് തീർന്നതൊന്നുമില്ല. പിന്നെയാണ് മീറ്റിംഗ് പാരഡൈസ് റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ കണ്ടിന്യൂ ചെയ്തു. ഓ, അപ്പൊ അവൻ ഇന്ന് നടത്തിയ മീറ്റിംഗ് നിസ്സാരമൊന്നും അല്ല അല്ലേ? പിന്നെ ഇപ്പോഴത്തെ മീറ്റിങ്ങിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ഗിഫ്റ്റോ മീറ്റിംഗിനോ? അത് കൊള്ളാലോ. എന്ത് ഗിഫ്റ്റാ? ഈ ഗിഫ്റ്റ് എന്ന് വെച്ചാലേ, ഒരു ഇണപ്രാവ് മറ്റൊരു പ്രാവിന് ഒരു ലവ് ചിഹ്നം, അതായത് ഈ ഹാർട്ട്. ആ സംഭവം കൊത്തി ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇണപ്രാവുകള്? അതൊക്കെയാണ് ഇപ്പൊ മീറ്റിംഗിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇണപ്രാവുകള് മാത്രല്ലമ്മേ, അവരുടെ നടുവിലെ നല്ല രക്തം തുളുമ്പുന്ന ഹാർട്ടും ഉണ്ട്. അയ്യോ, നീ ഇതൊരു സ്റ്റെപ്പ് കയറി പോയില്ലായിരുന്നോ? എങ്കി വാ, എന്റെ മോർണിംഗ് വന്നേ. മീറ്റിംഗിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. വരണോ? മര്യാദക്ക് പാടാ ഇവിടെ. അല്ല സഹോദരാ, പാർക്കിൽ വെച്ച് ആ ക്ലയന്റിന് കൊടുത്ത ഗിഫ്റ്റ് ഇല്ലേ, അതെവിടുന്നാ വാങ്ങിയേ? ഏട്ടത്തെ എങ്ങനെ അറിഞ്ഞു? ഏട്ടത്തെ അറിയുകയും ചെയ്യും, എല്ലാം ഇവിടെ വന്ന് പറയുകയും ചെയ്യും. നാണോ ഇല്ലല്ലോടാ, ബർത്ത്ഡേ ഗിഫ്റ്റും വാങ്ങി ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ. മോശമായി പോയല്ലേ? മോശമായി പോയിന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷേ കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ല എന്നുള്ള ആ പൂച്ചയുടെ സ്വഭാവം അതിന് വേണ്ട. ഇവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഞാനായിട്ട് എല്ലാരോടും എല്ലാം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴൊരു പിടിയും കിട്ടിയിട്ടില്ലല്ലോ. അതാ പറയാതിരുന്നത്. ഓ എടാ പൊട്ടാ, ഇണപ്രാവും ലവ് ചിഹ്നം ഒക്കെ വാങ്ങിച്ചേ ഗിഫ്റ്റായിട്ട് നീ കൊടുത്തപ്പോ ഐശ്വര്യയുടെ മുഖത്തെ ആ ചിരി ഞാനും കണ്ടതാ. തിരിച്ച് ഇഷ്ടമില്ലെങ്കിൽ അവളത് വാങ്ങുമോ? 2 ദിവസം മാത്രം പരിചയമുള്ള ഒരാള് പാർക്കിലേക്ക് വരാൻ പറയുമ്പം വരുന്നു, ഡിന്നറിന് വിളിക്കുമ്പോ കൂടെ പോകുന്നു. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യുവോ? അപ്പോ ഐശ്വര്യക്ക് എന്നെ ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമൊക്കെ കാണും, പക്ഷെ അതിലൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കേണ്ടത് നീയാ. ഇപ്പോ ഇവിടുത്തെ റൂട്ട് ഒന്ന് ക്ലിയർ ആയി കിട്ടിയല്ലോ. ഇനി ഞാൻ മാക്സിമം സ്പീഡ് ആക്കിക്കോളാം. ആള് കൂടുന്നിടത്തൊക്കെ ആ പെങ്കുച്ചായിട്ട് ചുറ്റി തിരിഞ്ഞേ നീ സ്പീഡ് കൂട്ടണ്ട. ഇനി കാര്യങ്ങളൊക്കെ നിന്റെ ഏട്ടത്തി നോക്കിക്കോളും. ആണോ ഏട്ടത്തി? ആണെന്ന്. ഉടനെ തന്നെ ഒരു പെണ്ണുകാണൽ ചടങ്ങിന് പോവാൻ നീ തയ്യാറായിക്കോ. ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒക്കെ ഒരു സാവകാശമൊക്കെ എടുക്കാം. ഒരു ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ, പൊയ്ക്കോണെന്റെ മുമ്പിൽ നിൽക്കാനുള്ള തീരുമാനം. അമ്മയുടെ മോനെ കള്ളനാ. ആഹാ, അവന്റെ ചേട്ടനും മോശമല്ല. പോ അമ്മ. നീ ഇതൊരുങ്ങിക്കെട്ടി എവിടെ പോവാൻ പോവാ? എവിടെയെങ്കിലുമൊക്കെ പോണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ജീവിതം വേസ്റ്റ് ആയി പോകും. നീ എവിടേക്കാ പോകുന്നെന്ന് പറ. നിധി കാരണം എന്റെ സർവ്വ പ്ലാനുകളും പൊളിഞ്ഞിരിക്കുക. 5 പൈസയുടെ ഗതി എനിക്ക് ഉണ്ടാവരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ നിധി മുന്നോട്ട് പോകുന്നത്. അതിനൊരു തടയിട്ട് എങ്ങനെ ഈശ്വരമംഗലത്തേക്ക് എനിക്ക് കയറിയേ പറ്റൂ. ഈശ്വരമംഗലത്ത് നിധിയെ പുറത്താക്കാൻ വേണ്ടി ചെന്ന എന്നെ അവള് പുറത്താക്കി. എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കണമെന്നാ? അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ചെയ്യാൻ പോണത് എന്താണെന്ന്
ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അഡ്വാൻസായി ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെയും വിജയിച്ചിട്ടില്ല. അമ്മ തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഈ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കെട്ടി തൂങ്ങിച്ചാവുന്നതിനേക്കാളും നല്ലത് ചില അറ്റകൈ പ്രയോഗങ്ങൾ നടത്തി ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറുന്നത് തന്നെ. എടി നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ. ഇന്ന് പ്രണവ് ഒന്ന് കിടുങ്ങും. ശിവാനിയുടെ മറ്റൊരു മുഖം അവനിന്ന് കാണും, അതുറപ്പാ. ഭഗവാനെ, അടുത്ത് എന്ത് വിനയാ ഇവിടെ ഒപ്പിക്കാൻ പോകുന്നേ? അത് ഓക്കെയാണ് സാർ. ഓക്കെയാ, 100% ഓക്കെയാ. എനിക്കിഷ്ടായി. സാർ സാർ ഞാൻ ചെയ്ത പ്രൊഫൈൽ ഓക്കെ ആണെന്നാ ചോദിച്ചത്. ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? 100% ഓക്കെയാ. അതാണല്ലോ ഞാൻ പറഞ്ഞതും. എങ്കിൽ പിന്നെ ഫോർവേഡ് ചെയ്യട്ടെ സാർ. അല്ല, അത് വേണ്ട. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. പ്രൊഫൈല് ചിലപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ഓക്കെ അല്ലെങ്കിലോ? ഞാനേ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം. ചെല്ലേ. ശരി സാർ, ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ആ പ്രൊഫൈൽ ഒരു അക്ഷരം പോലും വായിച്ചു നോക്കിയിട്ടില്ല. നോക്കട്ടെന്നു. നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. ഓക്കെ. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, എനിക്കിവിടുത്തെ MD പ്രണവ് ഗോപിനാഥനെ ഒന്ന് കാണണം. മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് റഷീദ സുൽത്താന. ഒരു ഇൻവെസ്റ്റർ ആണ്. ഈശ്വരമംഗലം ഗ്രൂപ്പിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. 1 മിനിറ്റ് മാഡം. യെസ് സാർ, സാറിനെ കാണാനായി ഒരു ഇൻവെസ്റ്റർ എത്തിയിട്ടുണ്ട്. പേര് റഷീദ സുൽത്താന. റഷീദ സുൽത്താനെ? ഓക്കെ, വരാൻ പറയും. ശരി സാർ. മാഡം നേരെ ചെന്ന് ഹാളിൽ കൂടി പോകുമ്പോൾ വലത് സൈഡിൽ രണ്ടാമത്തെ ക്യാബിൻ. ശരി, താങ്ക് യു. ശരി. എക്സ്ക്യൂസ് മീ സർ. യെസ്. സർ, ഐ എം റഷീദ സുൽത്താന.